കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് മരണം മാത്രമേ ഉള്ളൂ. അത് നമ്മളെ പറ്റിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് കിട്ടി എന്ന് അസൂയപ്പെടാത്തതും അത് തന്നെയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലായാൽ പോലും. പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും മരിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ മരണം കൊണ്ട് നമ്മൾ മാത്രമേ തോറ്റുപോവുകയുള്ളൂ. നമ്മളെ കൊണ്ട് ഇത് തോന്നിപ്പിച്ചവർ, അവർക്കൊന്നും നഷ്ടമാവുകയുമില്ല. ഈ ഒരു ചിന്ത മതി സങ്കടത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും വിജയിക്കാൻ. ചന്ദനത്തിരിയുടെ സുഗന്ധത്തെ പ്രണയിച്ച് അവൻ ഉറങ്ങുന്നതും നോക്കി ഒരമ്മ കരഞ്ഞു തളർന്നിരിപ്പുണ്ട്. ചുവരിനോട് തല ചേർത്ത് കൂടപ്പിറപ്പുകളും. മുറ്റത്ത് ചിതറി നിൽക്കുന്ന സൗഹൃദങ്ങൾ നിശബ്ദമായി വിതുമ്പുന്നു. കൂട്ടനിലവിളിയുടെ തിക്കും തിരക്കിലും പോകാൻ വഴിയില്ലാതെ അവൻ്റെ ആത്മാവ് നൊമ്പരപ്പെട്ടു. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അവനെ ആരും സ്നേഹിച്ചിരുന്നില്ലെന്ന് അപ്പോഴും അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. മരണം ഇനിയും ശ്വസിക്കാമെന്ന വ്യാമോഹത്താൽ അവസാനമായി എടുത്ത ശ്വാസം വായിലൊതുക്കപ്പെടുമ്പോൾ ജീവിതം നിസ്സഹായനായി പോകുന്ന നിമിഷം. ഒരിക്കൽ എൻ്റെ ഓർമ്മകളുടെ ചാരമുറങ്ങുന്ന നിൻ്റെ മണ്ണിൽ ഒരു തുളസിത്തറ പണിയണം. എന്നെ മറന്നെന്നുറപ്പാവുമ്പോൾ അപ്പോൾ മാത്രം അവിടെ ഒരു തിരി എരിയിച്ചേക്കണം. എണ്ണ വറ്റാത്ത നിൻ്റെ സ്നേഹത്തിന് ഞാൻ മാത്രമാണ് എന്നും അവകാശം. ജീവിച്ചത് ഒറ്റയ്ക്കാണെങ്കിലും അവസാനം ആ ഒരു ചോദ്യമുണ്ടാകും, ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന്. മരണം ഒരു പ്രതികാരമാണ്. ജനിച്ചപ്പോൾ നോക്കി ചിരിച്ചവരെ കരയിച്ചു കൊണ്ടുള്ള പ്രതികാരം.